ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് 2026 ലോഗോസ് ക്വിസിന് പഠിച്ചാലോ? വചനം ആവർത്തിച്ച് വായിച്ചും കേട്ടും നമുക്ക് വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. അങ്ങനെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം. ലോഗോസ് ക്വിസ് പരീക്ഷയുടെ ആത്യന്തികമായ ലക്ഷ്യം തിരുവചനം വായിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് തിരുവചനം ആവർത്തിച്ച് വായിച്ച് ഹൃദ്യസ്ഥമാക്കി ധ്യാനിച്ച് വചനം നമ്മിൽ ആഴപ്പെട്ട് വചനത്തിലൂടെ ലഭിക്കുന്ന വചനം ദൈവമാണെന്നാണ് പറയുന്നത്. യേശു തന്നെയാണ് വചനം. ആ യേശു തന്നെയായ വചനത്തെ ധ്യാനിച്ച് ആസ്വദിച്ച് ഹൃദ്യസ്ഥമാക്കി സൗഖ്യവും അനുഗ്രഹങ്ങളും ഒപ്പം നമുക്ക് പ്രാപിക്കുകയും ചെയ്യാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. എല്ലാ സുവിശേഷങ്ങളും 2026 ലോഗോസ് ക്വിസ് പരീക്ഷകളുടെ എല്ലാ ഭാഗങ്ങളും കയറ്റിയിടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ സാധിക്കും. ഇപ്പോൾ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ ഉണ്ട്. നിങ്ങൾ തുടർന്ന് കാണാനും കേട്ടു പഠിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കൂടി ഓണാക്കിയിട്ടാലാണ് നിങ്ങൾക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആവർത്തിച്ച് കേട്ട് പഠിക്കുമല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. യേശുവും സമരിയാക്കാരിയും യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. അവൻ യൂദയ വിട്ട് ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവനു സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനോടടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരിയക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത്? യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജീവജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിനെനിക്ക് ദാഹിക്കുകയില്ലല്ലോ. വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണെന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്നു നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ
യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അവന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്തു ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്തു വന്നു. തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബി, ഭക്ഷണം കഴിച്ചാലും. അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പൂർത്തിയാക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞു കൊയ്ത്തിനു പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവന്റെ അടുത്തു വന്നു തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവർ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവന്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്നു കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്നു സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏതു സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2ാമത്തെ അടയാളമാണ്. ദൈവത്തിനു സ്തുതി. 54 തിരുവചനങ്ങളാണ് 4-ാമത്തെ അധ്യായത്തിൽ ഉള്ളത്.
2 തലക്കെട്ടും. 1 യേശുവും സമരിയാക്കാരിയും എന്നുള്ളത്. 2 രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു എന്നിങ്ങനെ 2 തലക്കെട്ടുകൾ മാത്രമാണ്, 2 ശീർഷകങ്ങളാണ് 4-ാം അധ്യായത്തിലുള്ളത്. ഇനി 1-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്നുകൂടെ മുറിച്ച് പഠിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. യോഹന്നാൻ സ്നാനപ്പെടുത്തിയേക്കാൾ അധികം ആളുകളെ യേശു സ്നാനപ്പെടുത്തിയിരിക്കുന്നതായി ആരാണ് അറിഞ്ഞത്? ഫരിസേയരാണ് അറിഞ്ഞത്. അങ്ങനെ ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. 2-ാം വാക്യത്തിൽ വാസ്തവത്തിൽ ശിഷ്യന്മാരെ അല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. അപ്പോൾ യേശു സ്നാനപ്പെടുത്തിയത് ശിഷ്യന്മാരെ മാത്രമാണ്. എന്നാൽ ഫരിസേയർ യോഹന്നാൻ സ്നാനപ്പെടുത്തിയ സ്നാപകയോഹന്നാനേക്കാൾ കൂടുതൽ ആളുകൾ, സ്നാപകയോഹന്നാന് ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയിരുന്നു. അതിൽ കൂടുതൽ ആളുകളെ യേശു സ്നാനപ്പെടുത്തിയതായിട്ട് ആര് കേട്ടു? ഫരിസേയർ കേട്ടു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 3-ാം തിരുവചനം. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമരിയായിലൂടെ 4-ാം തിരുവചനം. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. 5-ാം തിരുവചനം. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനോടടുത്താണ് ഈ പട്ടണം. സമരിയായിലെ 5-ാം തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 5-ാം തിരുവചനം. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി. അപ്പം യേശു യൂദയ വിട്ട് ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിലാണ് അവൻ എത്തിച്ചേർന്നത്. യേശു എത്തിച്ചേർന്ന പട്ടണത്തിൻ്റെ പേരാണ് ഏതാണ്? സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിലാണ്. അത് യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനോടടുത്താണ് ഈ പട്ടണം. യാക്കോബ് തൻ്റെ ജോസഫിന് നൽകിയ വയലിനോടടുത്താണ് ഈ പട്ടണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തിരുവചന ഭാഗം ഉറപ്പായിട്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണേണ്ടതാണ്. അത് നോക്കാം. അവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 4:5, അതായത് ജോസഫിന് നൽകിയ, യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനെക്കുറിച്ച് പരാമർശിക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായം 19-ാം വാക്യത്തിലും 48-ാം അധ്യായം 22-ാം വാക്യത്തിലും ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 32-ാം തിരുവചനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ പഠിക്കണം. ഇനി 6-ാം തിരുവചനം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 6-ാം മണിക്കൂർ നട്ടുച്ച സമയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു എന്നാണ് 6-ാം തിരുവചനം. ഇനി 7-ാം തിരുവചനം. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. 7-ാം തിരുവചനത്തിൽ ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. 8-ാം തിരുവചനം. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായിട്ട് പട്ടണത്തിലേക്ക് പോയിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 9-ാം തിരുവചനം. ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. ഇവിടെ യേശുവിനെ സമരിയാക്കാരി വിളിക്കുന്നത് നീ എന്ന് പറഞ്ഞാണ്. ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ല. അവർ തമ്മിൽ എന്തൊക്കെയോ ശത്രുതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 4-ാം അധ്യായം 9-ാം തിരുവചനത്തെക്കുറിച്ച് എസ്രായുടെ പുസ്തകത്തിൽ
എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം, ഇപ്പോൾ വായിച്ച 4-ാം അധ്യായം 9-ാം വാക്യത്തെക്കുറിച്ച്, എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിലും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 7-ാം തിരുവചനം, അടുത്ത തിരുവചനം 10-ാം തിരുവചനം. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ യേശു അവളോട് വചനം സംസാരിക്കുകയാണ്. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നോട് ആവശ്യപ്പെടുന്നത് എനിക്ക് കുടിക്കാൻ തരിക, ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ശരിക്കും ദേവാലയത്തിൽ പോയി നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിയാതെ പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് തിരിച്ചറിഞ്ഞു വരുന്നവരാണ് നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ ദാനം എന്തെന്നും അവിടുത്തെ കൃപ അനുഗ്രഹം എന്തെന്നും അവിടുന്ന് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി എന്തെന്നും മഹത്വം എന്തെന്നും ഒക്കെ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ജീവിത കാലഘട്ടങ്ങൾ, നിമിഷങ്ങളൊക്കെയുണ്ട്. അപ്പോൾ നമുക്കും യേശുവിനോട് ചോദിക്കാം. അപ്പോൾ അവൻ നമുക്ക് ജീവജലം തരും. 11-ാം വാക്യത്തിൽ പറയുന്നു. ഇനി 4-ാം അധ്യായം 10-ാം വാക്യത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിലും ഈ വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 6-ാം തിരുവചനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച വചനമാണ്. യേശു യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ദേവാലയത്തിലായിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ, ജപമാല പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ അകക്കണ്ണുകൂടി തുറന്നിരുന്നാൽ മാത്രമേ നമുക്ക് യേശുവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 11-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഇതിനു മുമ്പ് യേശുവിനെ നീ എന്ന് വിളിച്ചവൻ യേശുവാകുന്ന തിരുവചനത്തോട് അല്പനേരം ചേർന്ന് നിന്നപ്പോൾ അവൾ യേശുവിനെ പ്രഭോ എന്ന് വിളിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? 11-ാം തിരുവചനത്തിൽ യേശുവിനെ സമരിയക്കാരി സ്ത്രീ അഭിസംബോധന ചെയ്യുന്നത് എന്താണ്? പ്രഭോ എന്ന് പറഞ്ഞാണ്. എന്നാൽ 9-ാം തിരുവചനത്തിൽ നീ എന്ന് പറഞ്ഞാണ്. 9-ാം തിരുവചനത്തിൽ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് നീ ഒരു യഹൂദനായിരിക്കേ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നീ എന്നാണ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇനി 12-ാം തിരുവചനം നമുക്ക് കാണാം. ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. 14-ാം തിരുവചനം. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജീവജലം അവനിൽ നിത്യജീവനിലേക്ക് നിർവ്വഹിക്കുന്ന അരുവിയാകും. 14-ാം തിരുവചനം. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല.
ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. 15-ാം തിരുവചനം. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. 15-ാം തിരുവചനം ഒരിക്കൽ കൂടി കേൾക്കാം. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. 16-ാം തിരുവചനം. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. 16-ാം തിരുവചനത്തിൽ ഇത്രയേ ഉള്ളൂ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. 17-ാം വാക്യം. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്നു നീ പറഞ്ഞത് ശരിയാണ്. നമ്മെയും യേശു ഇതുപോലെ മനസ്സിലാക്കുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ, നാം ദേവാലയത്തിലായിരിക്കുമ്പോൾ നാം നമ്മുടെ സങ്കടങ്ങൾ ഈശോയോട് പറയുമ്പോൾ ഈശോയ്ക്ക് അറിയാം. ഈശോ നാം പറയാത്ത കാര്യങ്ങൾ പോലും നമ്മെക്കുറിച്ച് അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. 18-ാം തിരുവചനം. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല, നീ പറഞ്ഞതു സത്യമാണ്. 19-ാം തിരുവചനം. അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 19-ാം തിരുവചനത്തിലെ പ്രഭോ ഒരു പ്രവാചകനായിട്ട് യേശുവിനോട് തിരുവചനമാകുന്ന യേശുവിനോട് ചേർന്ന് നിന്നപ്പോൾ, യേശുവിൻ്റെ വാക്കുകൾ ശ്രവിച്ചപ്പോൾ സമരിയക്കാരിക്ക് തോന്നുകയാണ്, നീ എന്ന ആദ്യം അഭിസംബോധന ചെയ്ത സമരിയക്കാരിക്ക് പ്രഭു ഒരു പ്രവാചകനായിട്ട് യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. 19-ാം വാക്യത്തിൽ അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 20-ാം തിരുവചനം. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ആരാധന നടത്തിയത്. അന്ന് അബ്രാഹവും ഇസഹാക്കും യാക്കോബും എല്ലാം മലയിലാണ് ആരാധന നടത്തിയത്. എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ജെറുസലേമിൽ ദേവാലയം സ്ഥാപിക്കുന്നതിന് മുമ്പ് ആരാധന നടത്തിയിരുന്നത് മലമുകളിലായിരുന്നു. അപ്പോൾ ഈ തിരുവചന ഭാഗത്തെക്കുറിച്ച് 4:20 നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 29-ാം വാക്യത്തിലും ജോഷുവ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 33-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു പറഞ്ഞു, 21-ാം തിരുവചനം. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അപ്പോൾ പ്രത്യേകം ഒരു സ്ഥലം, അതായത് ഇന്ന സ്ഥലത്ത് ജെറുസലേമിൽ മാത്രം ആരാധിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ സമൂഹത്തോട് ദൈവം, സമരിയക്കാരോ ഇസ്രായേൽ സമയത്തോട് ദൈവം പറയുകയാണ്, നാം ഓരോരുത്തരോടും യേശു വേണം, എന്നെ വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. 22-ാം തിരുവചനം. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. നിങ്ങൾ സമരിയക്കാർ അറിയാത്തതിനെ ആരാധിക്കുന്നു, എന്നാൽ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് എന്നാണ് 22-ാം തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-ാം തിരുവചനം ഒന്നുകൂടെ കേൾക്കാം. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. 23-ാം തിരുവചനം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ലാതെ ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ, യേശുവിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നവർ, ആത്മാവിലും സത്യത്തിലും
പിതാവിനെ ആരാധിക്കും എന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ 23-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്, അശരീരിയാണ്, നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന വചനഭാഗം കൂടിയാണിത്. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ കർത്താവാണ്. അപ്പോൾ ഹൃദയത്തിൽ ആത്മാവ് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ കർത്താവ് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കുന്നു. 24-ാം തിരുവചനം, നാലാമത്തെയും 22-ാം വാക്യം, നിങ്ങൾ അറിയാത്തതിനെ 22-ാം വാക്യം, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. അതുമായി പരാമർശിക്കുന്നത് തിരുവചന ഭാഗം 2 രാജാക്കന്മാർ 17-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിലും പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 24-ാം വാക്യം, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. 25-ാം വചനം, ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. അപ്പോൾ ആ സ്ത്രീക്ക് തിരുവചനങ്ങളെക്കുറിച്ച്, പ്രവാചക ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ ഗ്രാഹ്യമുണ്ടെന്ന് തോന്നുന്നു. പാപാവസ്ഥയിലാണെങ്കിൽ കൂടിയും എപ്പോഴൊക്കെയോ, ഒരു പക്ഷേ ചെറുപ്പത്തിലായിരിക്കാം, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്ക് അറിയാം, ആ അറിവ് അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ തിരുവചനങ്ങൾ ബാല്യത്തിൽ, ശൈശവത്തിൽ മക്കളെ പഠിപ്പിച്ചാൽ ഒരു പക്ഷേ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യേശുവിനോട് ചേർന്ന്, തിരുവചനത്തോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചാൽ പഴയകാല ഓർമ്മകൾ ഒരു പ്രത്യാശയിലേക്ക് നയിക്കുകയും രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് ഈ വചനം വായിച്ചിട്ട് മനസ്സിലായത് കേട്ടോ. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. ആ സ്ത്രീ പാപാവസ്ഥയിലാണെങ്കിൽ പോലും മിശിഹ ക്രിസ്തു വരുമെന്നും അവൻ എല്ലാ കാര്യങ്ങളും അറിയിക്കുമെന്നും അവൾ വിശ്വസിക്കുകയും അവൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി 26-ാം തിരുവചനം, യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഒരുപക്ഷെ ആ സ്ത്രീയുടെ മനസ്സും ഇങ്ങനെ വിതുമ്പിയിരിക്കണം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ കരുതുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് സൃഷ്ടാവിനെ അനുസ്മരിക്കുക എന്ന തിരുവചനം സഭാപ്രസംഗകൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ മിശിഹ ക്രിസ്തു വരുമെന്ന ഒരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അവൻ വേഗം വരികയും എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ആ സ്ത്രീ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് ശരിയായിക്കൊള്ളണമെന്നില്ല, എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതാണ്. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അത് കേട്ടപ്പോൾ മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ അറിവ് ഹൃദയത്തിലുണ്ട്. മിശിഹ ക്രിസ്തു വന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ട്. കാര്യം പാപാവസ്ഥയിലാണെങ്കിൽ പോലും ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അവൾ എന്താ സംഭവിച്ചത്? അവൻ പിന്നീട് പറയുന്ന 27-ാം തിരുവചനമാണ്, അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്തു ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നോ ആരും അവനോട് ചോദിച്ചില്ല. യേശുവിനോട് ചോദ്യം ചെയ്യാനായിട്ട് ആരാ അത്, എന്താ അതെന്ന് ചോദിക്കാൻ ശിഷ്യന്മാർക്ക് ധൈര്യം തോന്നിയില്ല. അപ്പോൾ യേശു സമരിയക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ശിഷ്യന്മാർ വന്നു. അപ്പോൾ യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അങ്ങനെ യേശു ആരോടും തനിച്ചങ്ങനെ മിണ്ടണ കണ്ടിട്ടില്ല.
ഇപ്പോൾ യേശു അവിടെ ആദ്യത്തെ കൗൺസിലിംഗ് നടത്തി കേട്ടോ. അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവൻ സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് ചെയ്തത്. എന്നാൽ എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീ ആകട്ടെ, 28-ാം തിരുവചനം, ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, 26-ാം തിരുവചനത്തിൽ പറയാണ്, യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അത് കേട്ടപ്പോൾ മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാമെന്ന് ഏറ്റുപറഞ്ഞ ആ സമരിയക്കാരി സ്ത്രീയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോയിരിക്കണം. പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ, ക്രിസ്തു അനുഭവത്തിലൂടെ അവൾ കടന്നുപോയി കാണും. അവൾ ആ കുട അവിടെ വെച്ചു. ഈ ലോകസുഖങ്ങളെ അവൾ അവിടെ ഉപേക്ഷിച്ചു. അവൾ വെള്ളം കോരാൻ നിന്നില്ല. ദാഹിച്ച് വലഞ്ഞ് വെള്ളം കോരാൻ നട്ടിച്ചു വന്ന സ്ത്രീയാണ് അവൾ. ആ സ്ത്രീ ആകട്ടെ ആ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ആ കൂടെ അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ ഓടിപ്പോയി കാണുമായിരിക്കും, ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ, എന്നാലും എനിക്ക് അങ്ങനെ തോന്നണേ. ആളുകളോട് പറഞ്ഞു. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കുന്നവർ ഉടനെ തന്നെ സാക്ഷികളായിട്ട് ഇറങ്ങിത്തിരിക്കും. 29-ാം തിരുവചനം പറയുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവേൻ, ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു. അവൾക്കിപ്പോൾ അവളുടെ ചങ്കിൽ അങ്കലാപ്പാണ്. എന്നിവൻ ക്രിസ്തു ആണെന്നൊരു തോന്നൽ വന്നു. ഇനി ഇവൻ തന്നെയോ ക്രിസ്തു എന്നൊരു തോന്നു. അവൾ ആനന്ദം കൊണ്ട് മതിമറന്ന് കുടം ഉപേക്ഷിച്ചിട്ട് അവൾ ഓടി നടന്ന് പറയുകയാണ് 29-ാം തിരുവചനത്തിൽ, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവേൻ, ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു. 30-ാം തിരുവചനം, അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. ഇനി ഇവക്കടെ സാക്ഷ്യം കേട്ടവരാ, നീ പോയി പണി നോക്കണേന്ന് ആരും പറഞ്ഞില്ല കേട്ടോ. അവൾ പാപാവസ്ഥയിലാണെന്ന് എല്ലാവർക്കും തന്നെ ഒരു പക്ഷെ അറിയായിരിക്കാം. അവൾ പറഞ്ഞ ആരും സാധാരണ വക വെക്കണതല്ല. പക്ഷെ ഇവള് പറഞ്ഞ് കേട്ടപ്പോൾ, കാരണം ഇവള് ക്രിസ്തുവിനെ അനുഭവിച്ചിട്ട് അഭിഷേകത്തോടെ വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. ചുമ്മാ ആരെങ്കിലും സുവിശേഷം പ്രസംഗിച്ച് ആരും കേൾക്കില്ല, യേശുവിൻ്റെ അടുത്തേക്ക് കൂടുകയില്ല. അഭിഷേകം അവൾക്ക് നിറഞ്ഞിരുന്നു. കാരണം അവൾ അത്രയും നേരം ഈശോയുടെ കൂടിയായിരുന്നു. അപ്പോൾ അവൾക്ക് ആ യേശുവിൻ്റെ ക്രിസ്തു അനുഭവം, മിശിഹായ അഭിഷേകം, അഭിഷിക്തനായ മിശിഹായെ അവൾ തിരിച്ചറിഞ്ഞപ്പോഴുള്ള ആനന്ദം അവൾ പറഞ്ഞപ്പോൾ തന്നെ അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. അപ്പം ഇവൾ പോയ സമയത്ത് 31-ാം വാക്യത്തിൽ, തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബ്ബി ഭക്ഷണം കഴിച്ചാലും. ആ സമയത്ത് ശിഷ്യന്മാർ പറയാണ് 31-ാം തിരുവചനത്തിൽ, റബ്ബി ഭക്ഷണം കഴിച്ചാലും. അപ്പോൾ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നു. അവർ ഒന്നിച്ച് വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ യേശു എന്നാ പറയണേ, അവൻ പറഞ്ഞു 32-ാം വാക്യത്തിൽ അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ഈശോയ്ക്ക് ശിഷ്യന്മാരറിയാത്തൊരു ഭക്ഷണം ഉണ്ടെന്ന്. 33-ാം വാക്യം, ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. അപ്പോൾ യേശു പറയുകയാണേ. അപ്പോൾ യേശു ഇത് കേട്ടു. ഈശോയ്ക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുത്തു കാണുമായിരിക്കും, നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. പിതാവായ ദൈവത്തിനു വേണ്ടി ആത്മാവിനെ നേടുക എന്ന ഒരാത്മാവിനെ നേടിയതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് യേശു. 35-ാം തിരുവചനം, 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകളുയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞു കൊയ്ത്തിനു പാകമായിരിക്കുന്നു. അപ്പം 4 മാസം കഴിഞ്ഞാലാണ് വിളവെടുപ്പ്, എന്നാൽ ഇപ്പം തന്നെ കൊയ്ത്തിനു പാകമായിരിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവളുടെ സമരിയാക്കാരിയുടെ ആത്മാവിനെ ഇപ്പോൾ തന്നെ ഈശോയ്ക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ട, കൊയ്തെടുക്കാമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ
ഭൗതികമായ വിളവെടുപ്പിനെ അല്ല യേശു ഉദ്ദേശിക്കുന്നത്, പരാമർശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ കൊയ്ത്തിനു പാകമായിരിക്കുന്നു. 36-ാം വാക്യം. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. 36-ാം വാക്യം. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. അപ്പോൾ സമരിയക്കാരി സ്ത്രീ ഓടി നടന്ന് പറഞ്ഞ് അനേകം പേർ യേശുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഒരാത്മാവിനെ കിട്ടിയപ്പോൾ ഈശോയ്ക്ക് അവളുടെ വാക്ക് കേട്ട് വന്നവരുടെ ആത്മാവിനെ കൂടി ഈശോയ്ക്ക് ലഭിച്ചു കഴിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 37-ാം വാക്യം. വിതയ്ക്കുന്നവൻ ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. 37-ാം വാക്യം. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. അപ്പോൾ ഈശോ സമരിയക്കാരിയുടെ ഹൃദയമാകുന്ന വയലിനെ കിളച്ചു മറച്ച് ഉഴുതു മറച്ച് തിരുവചനം ഇട്ടുകൊടുത്തു. അവളത് വിശ്വസിച്ചു. അവൾ എന്തു ചെയ്തു? അവൾ ഓടി നടന്ന് പട്ടണം മുഴുവൻ പറഞ്ഞു, ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ, എന്നോട് സംസാരിച്ച വ്യക്തിയെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവനായിരിക്കുമോ ക്രിസ്തു എന്ന്. അപ്പോൾ അത് കേട്ടവരെല്ലാം ഓടിക്കൂടി യേശുവിൻ്റെ അടുത്ത്. അപ്പോൾ അവരുടെയും ആത്മാവിനെ ഈശോയ്ക്ക് കിട്ടിക്കാണും. 38-ാം വാക്യം. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. 38-ാം വാക്യം. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ തിരുവചന ഭാഗത്തിന് എന്താ ആന്തരികാർത്ഥം എന്ന് എനിക്കറിയില്ല, എന്നാലും കേൾക്കാനതുണ്ട്. ഒരുപക്ഷെ മനനം ചെയ്ത് ധ്യാനിച്ചാൽ നമുക്കും അതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാവുമായിരിക്കും. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. 39-ാം വാക്യത്തിൽ. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലമാണ് അനേകർ അവനിൽ വിശ്വസിച്ചു. പട്ടണക്കാരിൽ അധികം പേരും അവനെ വിശ്വസിച്ചത്. അപ്പോൾ നോക്കിക്കേ, ഒരാളുടെ സാക്ഷ്യം മൂലം അനേകർ വിശ്വാസത്തിലേക്ക് വരും. അപ്പം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തണം, ഓടി നടന്ന്. അപ്പോൾ അനേകർ യേശുവിനെ വിശ്വസിക്കും. 39-ാം തിരുവചനം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. 10-ാം വാക്യം. ആ സമരിയക്കാർ അവൻ്റെ അടുത്ത് വന്നു തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. ആ സമരിയക്കാർ അവൻ്റെ അടുത്ത് വന്നു തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അപ്പം നോക്കിക്കേ, അപ്പോൾ യേശുവും ശിഷ്യന്മാർ 2 ദിവസം സമരിയക്കാരുടെ പട്ടണത്തിൽ താമസിച്ചു അല്ലേ. ശിഷ്യന്മാരുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം നോക്കിക്കേ, അപ്പോൾ 2 ദിവസം യേശു അവിടെ താമസിച്ചങ്ങ് വചന ശുശ്രൂഷ തുടങ്ങി. അപ്പോൾ താമസിച്ചുള്ള വചന ശുശ്രൂഷ അത് ഇപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിൽ അങ്ങോട്ട് ചെന്നാണെങ്കിൽ ഇവിടെ ഈശോ സമരിയക്കാരുടെ പട്ടണത്തിലേക്ക് വന്നിട്ട് അവിടെ താമസിച്ച് 2 ദിവസം താമസിച്ചു. അപ്പോൾ 2 ദിവസം താമസിച്ചപ്പോൾ അവരിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ച് അവരോട് വചനം പ്രസംഗിച്ച് അവരെ യഥാർത്ഥ മിശിഹായ അനുഭവത്തിലേക്ക് ആ വിശ്വസിച്ചവരെല്ലാവരെയും യേശു പ്രവേശിപ്പിക്കുകയും ചെയ്തതാണ് അല്ലേ. ഇനി 41-ാം വചനം. അപ്പോൾ ഈ ശിഷ്യന്മാർ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിച്ച ആളാണ് നമ്മുടെ സമരിയക്കാരി. അങ്ങനെ അനേകരെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. ഇത് എൻ്റെ തോന്നലാണ്. 41-ാം തിരുവചനം. അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. 41-ാം തിരുവചനം. അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. ഇനി 42-ാം തിരുവചനം. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കഴിവ് മൂലമല്ല, നാം ചെയ്യേണ്ടത് ചെയ്തു. പിന്നെ അവർ മനസ്സിലാക്കുന്നത് യേശു രക്ഷകനാണെന്ന് യഥാർത്ഥത്തിൽ അവർ ആഴത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ സാക്ഷ്യം പറഞ്ഞവനെ
എല്ലാവരും മറന്നുപോകും. അത് സാരമില്ല, അങ്ങനെ മറന്നു പോകണം. എന്നാലാണ് യേശുവിലേക്ക് എല്ലാവരും അടുക്കുകയുള്ളൂ. സാക്ഷ്യം പറയുന്നവരെ, വചനം പ്രസംഗിക്കുന്നവരെ മൂലമല്ല, സുവിശേഷ പ്രഘോഷകർ ഒരു നിമിത്തം മാത്രമേ ആവുന്നുള്ളൂ. അവരെ മറന്നതിന് ശേഷം യഥാർത്ഥമായ യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, 42-ാം തിരുവചനം, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ രോഗരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത തലക്കെട്ട്, രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. ഈ രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയും ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 43-ാം തിരുവചനം, 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. 44-ാം വാക്യം, പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. 45-ാം തിരുവചനം, അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയാക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ ആ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിനു പോയിട്ടുണ്ടായിരുന്നു. തിരുനാളിൽ യേശു ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ ഗലീലിയക്കാർ കണ്ടിരുന്നു. അങ്ങനെ കണ്ടവരെ യേശുവെ സ്വാഗതം ചെയ്തു. ഇവൻ ഇവിടെയും എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നിരിക്കണം അല്ലേ. 45-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. ഇനി 44-ാം വാക്യത്തെക്കുറിച്ച്, പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്ന 44-ാം വാക്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 57-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 4-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 57-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 4-ാം വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 24-ാം തിരുവചനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 45-ാം വാക്യം നമ്മളൊന്ന് വായിച്ചു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയാക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. ഇനി 46-ാം വാക്യം, അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. 46-ാം വാക്യം, അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. 47-ാം തിരുവചനം, യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചപ്പോഴാണ്? യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്നു സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. 48-ാം തിരുവചനം, അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. നമ്മുടെ അവസ്ഥയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഇച്ചിരി സങ്കടമൊക്കെ വരുമ്പോൾ നമ്മൾ ഈശോയെ തള്ളി പറയുന്ന ചിന്താഗതിയാണ് നമുക്ക്. 48-ാം തിരുവചനം കേൾക്കാം. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. 49-ാം തിരുവചനം, അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. 50-ാം തിരുവചനം, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. 50-ാം തിരുവചനമാണ്, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. കണ്ടോ, വിശ്വസിച്ചു.
ആഴത്തിൽ വിശ്വസിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. 51 തിരുവചനം, പോകും വഴി അവൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. അപ്പോൾ അവൻ വിശ്വസിച്ചു, കണ്ടോ, വിശ്വസിച്ചു പോയി. അപ്പോൾ പോകും വഴി 51 തിരുവചനം പറയാണ്, പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. 52 തിരുവചനം, ഏതു സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവൻ പറഞ്ഞു. 52 വാക്യത്തിൽ ഏതു സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവൻ പറഞ്ഞു. 53 വാക്യം, നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. 53 വാക്യം, നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. 54 തിരുവചനം, ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ്. അപ്പോൾ യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് എന്ത്? രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്. അപ്പോൾ 54 തിരുവചനം ഒരിക്കൽ കൂടി കേൾക്കാം. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ്. യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം ഏതാണ്? കാനായിലെ കല്യാണം വിരുന്നിൽ നടന്ന വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതമാണ് ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തേതോ രാജസേവകന്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയതും. ഓക്കെ, ദൈവത്തിന് സ്തുതി. പ്രിയ കൂട്ടുകാരെ, ആവർത്തിച്ച് കേട്ട് പഠിക്കുമല്ലോ, തിരുവചനത്തിൽ ആഴപ്പെടുമല്ലോ. ഓരോ വചനവും വായിക്കുമ്പോഴും വചനം നമ്മോട് സംസാരിക്കുന്നതായി, വചനം നമ്മെ സംസാരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുകയും നമ്മുടെ ഹൃദയങ്ങളെ കീറിമുറിച്ച് മജ്ജയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും ആഴത്തിൽ പതിഞ്ഞ് നമ്മുടെ ജീവിതത്തിലും മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ആന്തരികമായ പരിവർത്തനങ്ങൾ നടത്താൻ സർവശക്തനായ ദൈവം ഈ വചന വായനയിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോഗോസ് ക്വിസിന് 100-ൽ 100 മാർക്ക് മേടിക്കുക എന്നതിനേക്കാൾ കൂടുതൽ വചനത്തിൽ ആഴപ്പെടുവാൻ, മാർക്ക് എത്രയൊക്കെ ആയിക്കോട്ടെ, വചനത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില വചനങ്ങൾ വായിക്കുമ്പോഴും നമ്മുടെ ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെ എന്നെ കണ്ണു നിറഞ്ഞു പോയ ഒരു വചനാണ് യേശു പറഞ്ഞ വചനം അവൻ വിശ്വസിച്ചു എന്നുള്ളത്. യേശു പറഞ്ഞ, കണ്ടോ ആ തിരുവചനം എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്പർശിച്ചു. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് ആര് പോയി? രാജസേവകൻ പോയി എന്നാണ് വചനം പറയുന്നത്. യേശു പറയുന്ന പല ആശ്വാസവചനങ്ങളും. വചനമാകുന്ന യേശു അടുത്തു വന്നപ്പോൾ, വചനത്തിലൂടെ സംസാരിച്ചപ്പോൾ സമരിയാക്കാരി സ്ത്രീ ക്രിസ്തുവിനെ മിശിഹായെ തിരിച്ചറിഞ്ഞ് കുടം അവിടെ വെച്ചിട്ട് തിരിച്ചുപോയി. ഓടി നടന്ന് പട്ടണത്തിൽ പ്രവേശിച്ച് ഓടി നടന്ന് അനേകരോട് യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിൽ സമരിയക്കാരെക്കുറിച്ചോ ഒന്നും പരാമർശിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അവരെല്ലാവരും യേശു ക്രിസ്തുവിൽ ആഴപ്പെട്ട് വിശ്വസിച്ച് നിത്യജീവൻ സ്വന്തമാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് യേശുവാകുന്ന വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് തിരിച്ചറിഞ്ഞ് അനേകർക്ക് ക്രിസ്തുവിനെ നൽകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.